ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് വെമ്പായത്തിനടുത്താണുള്ളത്. വെമ്പായം ജംഗ്ഷനിൽ നിന്നും വെറും 1/2 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ്, അല്ലെങ്കിൽ ഈ കാണുന്ന MC റോഡിൽ നിന്നും വെറും 300 മീറ്റർ മാത്രം ദൂരത്തിലാണ് ഉള്ളത്. ഇവിടെ 2 ഏക്കറിൽ 22 വില്ലകൾ അടങ്ങുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിലെ 4ാമത്തെ വില്ലയാണ്. 3 വില്ലയും ആൾതാമസമുണ്ട്, അതെല്ലാം സെയിലായതാണ്. ഈ 4ാമത്തെ വില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ടോട്ടലി 5.25 സെൻറ്റാണ്. 5.25 സെൻറ്റിൽ 1850 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയതാണ്. അതിൽ 4എണ്ണത്തിൽ 2 താഴെയും 2 ബെഡ്റൂം മുകളിലേ ഉള്ളത്. അതുകൂടാതെ തന്നെ അതിലെ വാഷ്റൂം എല്ലാം ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും വേർതിരിച്ച് തന്നെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ 70 ലക്ഷം രൂപ ബജറ്റിൽ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി അകത്ത് ഒരു വില്ല വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും സ്വന്തമാക്കാവുന്ന വില്ലയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ കാഴ്ചകൾ കണ്ടുവരാം. നമ്മുടെ ഈ മുൻവശത്ത് പെയിൻറ്റ് ഫുള്ള് കൊടുത്തിരിക്കുന്നത് ബർജറാണ്. ബർജറിൽ അത് വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അത് മാത്രമല്ല ഇവിടെ ഫുള്ളായിട്ട് സ്ലൈഡിങ് ആയിട്ടുള്ള ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വിക്കറ്റ് ഗേറ്റും കാണാം. അതുപോലെ ഇവിടെ മുറ്റം വിരിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോണാണ്, നാച്ചുറൽ സ്റ്റോണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. മുകളിലായിട്ട് കവേഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് പോളി കാർബൺ ഷീറ്റിലാണ് GE ട്യൂബാണ് സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ സൈഡിലായിട്ട് കണ്ടു, അവിടെ ഫുള്ളായിട്ട് ഈ പോളി കാർബൺ ഷീറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു തുള്ളി വെള്ളം പോലും അകത്തോട്ട് വീഴാത്ത രീതിയിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സൈഡിലായിട്ട് നമുക്ക് 2 വീലർ പാർക്ക് ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഈ ബൈക്കുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസിനപ്പുറത്ത് തന്നെ കിണർ വരുന്നത്. അവിടെ തന്നെ നമുക്ക് 2 ഗ്യാസ് സിലിണ്ടർ യൂസ് ചെയ്യാനുള്ള ഗ്രില്ലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല വെള്ളമെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല നമുക്ക് പുറകെയിട്ട് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ഇനി ഇവിടുത്തെ സിറ്റൗട്ടിലെ കാഴ്ചകളിലേക്ക് വരാം. സിറ്റൗട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ സ്റ്റെപ്പ് ട്രെഡ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റാണ്. അതുപോലെ റൈസർ ടെയിലുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ സിറ്റൗട്ടിൻ്റെ അകത്തേക്കുള്ള കാഴ്ചകളിലേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാം ഒരു ടെക്സ്ചർ പെയിൻറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം ബർജറിൻ്റെ തന്നെയാണ്. അതുപോലെ ഇവിടെ ഉപയോഗിക്കുന്നത് ബോർഡറും ഗ്രാനൈറ്റാണ്. ഇനി നമ്മുടെ ജനറൽ പാളിയിലേക്ക് പോവുകയാണെങ്കിൽ ഇതെല്ലാം പ്ലാവാണ്. അതുപോലെ ഇതിൻ്റെ ഒരു കട്ടള വരുന്നത് ആഞ്ഞിലിയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഫ്രണ്ട് കഥകിലേക്ക് വരാം. നമ്മൾ ഫ്രണ്ട് കഥക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് കഥകും കട്ടളയും വരുന്നത് പ്ലാവ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. അകത്ത് നമ്മൾ നേരെ വരുന്നത് ഫോയറിൽ നിന്ന് നേരെ വരുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. അപ്പോൾ ലിവിങ് ഏരിയ നോക്കുവാണെങ്കിൽ നല്ല സൈസുള്ള ലിവിങ് ഏരിയ തന്നെയാണ്. ഇവിടെയാണ് നമ്മുടെ ഒരു സെറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സീറ്റിംഗ് ഏരിയ വരുന്നത് ഇവിടെയാണ്. നേരെ നമുക്ക് ഓപ്പോസിറ്റായിട്ട് TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഷെൽഫും യൂസ് ചെയ്യാം. അതിനകത്ത് മുകളിലായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഫുൾ ഇവിടെ കർട്ടൻ, അതായത് ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സിംഗിൾ 2 വിൻഡോസ് ആണ്, അതിലെല്ലാം ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട്, അവിടെയും ബ്ലൈൻഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ട് സീലിംഗ് ഏരിയയിൽ നോർമലി ഉള്ള പോയിന്റ് ലൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്, സർഫസ് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു TV യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ഫുള്ള് HDF ആണ്, അതായത് സെഞ്ച്വറിയുടെ HDF യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കതെല്ലാം ലാമിനേറ്റഡ് ആണ്. ഇവിടുത്തെ ഒരു DB നോക്കുവാണെങ്കിൽ DB വരുന്നത് എല്ലാം ഹാവൽസ് ആണ്. ആക്ച്വലി 3 ഫേസാണ് വരുന്നത്. അതും സ്റ്റാൻഡേർഡ് എന്ന കമ്പനിയുടെയാണ്. 3 ഫേസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ELCB എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ഹാവൽസ് എന്ന കമ്പനിയാണ്. എല്ലാം ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയ നോക്കുവാണെങ്കിൽ അത്യാവശ്യം സ്പേസുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ്. ഇവിടെ എല്ലാം 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഗോൾഡൻ തീമിലുള്ള അപ്രോക്സിം ചെയ്തിട്ടുണ്ട്. ഇവിടെ വിൻഡോ ആണ്, അതിലും ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ സ്വിച്ച് ബോർഡ് നോക്കുവാണെങ്കിൽ എലൈസ് എന്ന കമ്പനിയുടെയാണ്. അതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് അങ്ങനെ തന്നെ ഒരു ബ്ലൂ തീമിലുള്ള ഒരു ബോർഡറുള്ള സ്വിച്ച് ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ വാഷിംഗ് ഏരിയയിലേക്ക് പോകും. ഒരു വാഷിംഗ് ഏരിയ നോക്കുമ്പോൾ വലിയൊരു വിശാലമായിട്ടുള്ളൊരു മിറർ യൂണിറ്റ് കൊടുത്തുള്ള വാഷിംഗ് ഏരിയ ആണ്. ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ ഫിറ്റിങ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന ജാഗ്വറാണ്. ടാപ്പ് ജാഗ്വർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് സെഞ്ച്വറിയുടെ HDF യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഇനി ഇവിടുത്തെ അടുക്കളയിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ കിച്ചൺ ആണെങ്കിൽ ഓപ്പൺ കിച്ചൺ അല്ല, ഡോർ കൊടുത്തിട്ടുണ്ട്. പ്ലാവിലാണ് ഡോറെല്ലാം തീർത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം അതായത് വാതിലുകളെല്ലാം പ്ലാവിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വരുമ്പോൾ 2x2 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു വലിയൊരു ഹുഡ് ആൻഡ് ഹോബ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി 90 സെൻറ്റിമീറ്ററാണ്, 90 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഒരു വീതി വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാം നമുക്ക് എന്താണ് കൈ കൊണ്ട് തന്നെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആവുന്ന രീതിയിലുള്ളതാണ്. ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാനും അങ്ങനെ തന്നെയാണ്, ഓഫ് ചെയ്യാനും പറ്റുന്നതാണ്. ഓഫായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്യുവർ ഫ്ലെയിംസ് എന്ന കമ്പനിയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതും 5 വർഷം വാറൻറ്റി ഉള്ളതാണ്. ഈ ഒരു ടഫൻ ഗ്ലാസ്സിനൊക്കെ വാറൻറ്റി ഉള്ളതാണ്. അതുപോലെ നമുക്കൊരു ഹൈറ്റിലേക്ക്, അതായത് നമുക്ക് ഹൈറ്റുള്ള ആളാണെങ്കിൽ പോലും തല തട്ടില്ല, ആ രീതിക്കാണ് ഈ ഹുഡ് ആൻഡ് ഹോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ കബോർഡ് നോക്കുവാണെങ്കിൽ ഇതെല്ലാം സെഞ്ച്വറിയുടെ HDF യൂസ് ചെയ്തിരിക്കുന്നത്. ഫുള്ള് ലാമിനേറ്റഡ് ആണ്. ഇനി നമ്മുടെ സിങ്കിലേക്ക് പോവുകയാണെങ്കിൽ ഇതെല്ലാം ജാഗ്വറിൻ്റെ ടാപ്പെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മുകളിലായിട്ട് നല്ലൊരു സീലിംഗ് ഹൈറ്റും കിട്ടുന്നുണ്ട് നമുക്ക്.
ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം സ്വിച്ച് ബോർഡെല്ലാം യൂസ് ചെയ്യുന്നത് LES എന്ന കമ്പനിയുടെയാണ്. അതെല്ലാം നീറ്റായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ആയിട്ടൊക്കെ ഷെൽഫുകളുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് സ്പൈസസ് കണ്ടെയ്നറൊക്കെ ഇവിടെ തന്നെ വയ്ക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരിട്ട് വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ നോക്കുകയാണെങ്കിൽ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയും സിങ്കോ കൊടുത്തിരിക്കുന്നത് ജാഗോർ തന്നെയാണ്. ഇവിടെ എല്ലാം നമുക്ക് ഇവിടെ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ മെഷ് മാത്രം കൊടുത്താൽ മസ്കിറ്റോ മെഷ് മാത്രം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെയും ബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലായിട്ട് എല്ലാ അപ്പർ ക്യാമറ എല്ലാം കൊടുത്ത് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ അതുപോലെ ചെറിയൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് കൃത്യമായി പോയിന്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ടൈൽ ക്ലാഡിങ് കൊടുത്ത് എല്ലാം മൊറോക്കൻ സീരീസിലുള്ള ടൈൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ സീലിംഗ് നോക്കുകയാണെങ്കിൽ 4 ലൈറ്റ് കൊടുത്തിട്ട് സർഫസ് ലൈറ്റ് കൊടുത്താണ് സീലിംഗ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ റൂമുകളിലെ കാഴ്ചകളിലേക്ക് പോകാം. താഴെ 2 ബെഡ്റൂമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ മാസ്റ്റർ ബെഡ്റൂമിലെ കാഴ്ചകളായി നോക്കാം. അപ്പോൾ നമുക്ക് നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. ഒരു ഫോയറിൽ, അതായത് നമ്മൾ ലിവിംഗ് വരുന്ന നേരെ ഒരു ഫോയറിലാണ് ഈ ഒരു റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ റൂം നോക്കുകയാണെങ്കിൽ നല്ല സ്പേസ്ഫുൾ റൂം തന്നെയാണ്. ഇവിടെ ഈ 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ റൂമിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 12.5 അടി വീതിയും 11 അടി നീളമുള്ള റൂമാണ്. 2 ഭാഗത്തുമായിട്ട് ഒരു 6 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ നമുക്ക് വാർഡ്രോബ് കാണാം. നല്ല രീതിയിൽ വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ഒരു ടെക്സ്റ്റ് യൂണിറ്റോ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഇവിടെ സ്പേസ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബുക്സൊക്കെ എല്ലാം ഇവിടെ ഷെൽഫിൽ മാറ്റി വയ്ക്കാൻ രീതിയിലും അതുപോലെ ഇവിടെ ചെയറിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പഠിക്കാനോ അല്ലെങ്കിൽ നോട്ടോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ വാഷ്റൂം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. വാഷ്റൂമിൽ തൊട്ട് ചേർന്ന് തന്നെ നൈറ്റ് ലൈറ്റ്, അതായത് ഫുഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ PVC ഡോസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വാഷ്റൂം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇവിടുത്തെ വാഷ്റൂം നോക്കുകയാണെങ്കിൽ ഫുള്ള് ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് WC ആണെങ്കിൽ ജാഗ്വാറാണ്, അതുപോലെ വാഷ് ബേസും ജാഗ്വാറാണ്. പിന്നെ അവിടുത്തെ ഷവർ യൂണിറ്റും അതുപോലെ അങ്ങനെ ഫുള്ളും ജാഗ്വാർ യൂസ് ചെയ്യുന്നത്. ടവൽ റോഡ് വരെ ജാഗ്വാർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2x2 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഡ്രൈ ഏരിയ മെറ്റീരിയൽ പ്രത്യേകിച്ച് തന്നെ കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യാനുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ രണ്ടാമത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. അടുത്ത ഫോയറിലേക്കാണ് അടുത്തൊരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ബെഡ്റൂമിൽ നോക്കുകയാണെങ്കിലും നല്ല സൈസുള്ള ബെഡ്റൂം തന്നെയാണ്. ഏകദേശം അതേ സൈസ് തന്നെയാണ്. ഏകദേശം 12-11 സൈസ് തന്നെയാണ് ഇവിടുത്തെ ഒരു മെഷർമെൻറ്റ് വരുന്നത്. അതുകൂടാതെ തന്നെ സീലിംഗിലായിട്ട് 4 സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ്, നേരത്തെ പറഞ്ഞ വാർഡ്രോബ് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം HDF തന്നെയാണ്, സെക്യൂരിറ്റിയുടെ HDF യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ലാപ്പ് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ സിസ്റ്റമൊക്കെ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറയുന്ന ബുക്സൊക്കെ വയ്ക്കാനുള്ള ആ ഒരു സ്പേസും ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴായിട്ട് നമുക്ക് പ്ലഗും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടുത്തെ വാഷ്റൂമിലേക്ക് വരുമ്പോഴും സെയിം തന്നെയാണ്. ജാഗ്വാർ ഫിറ്റിങ്സ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും പ്രത്യേകിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി 2 റൂമുകളിൽ മുകളിലാണ് വരുന്നത്. അപ്പോൾ നേരെ മുകളിലത്തെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ അപ്സ്റ്റെയറിലേക്ക് വരുമ്പോൾ ഗ്രാനൈറ്റ് ആൻഡ് റെഡ് കൊടുത്തിരിക്കുന്നത് റൈസർ ടൈലുമാണ്. അതുപോലെ ഇവിടെ എല്ലാം സ്റ്റൈൻലെസ് സ്റ്റീലിൻ്റെ ട്യൂബ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടെമ്പേർഡ് ഗ്ലാസ്സും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകാം. നമ്മൾ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. നമുക്ക് ഡൈനിങ് ഏരിയയുടെ മുകളിലേക്ക് വരുന്ന ഏരിയ ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മുകളിലായിട്ട് പർഗോളയും കൊടുത്തിട്ടുണ്ട്. 4 പർഗോളയും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ടഫൻ ഗ്ലാസ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ലെഫ്റ്റ് സൈഡിൽ 2 വിൻഡോസും കാണാം. ഒരു ക്ലോക്ക് വൈസിലാണ് ഈ ഒരു സ്റ്റെയർ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് വരുന്ന അപ്പർ ലോഞ്ചിലേക്കാണ്. ഈ ഒരു അപ്പർ ലോഞ്ച് നോക്കുകയാണെങ്കിൽ ഒരു L ഷേപ്പിലാണ് പോയിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്കൊരു ലിവിംഗ് ഏരിയ അല്ലെങ്കിൽ അപ്പർ ലോഞ്ച് എന്ന് പറയാം. ഇവിടെ ആയിട്ട് TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം സെഞ്ചുറിയുടെ HDF യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം ലാമിനേറ്റഡ് ആണ്. നമുക്കൊരു ബാൽക്കണി ഉണ്ട്. നേരെ ബാൽക്കണി കാഴ്ചയിലേക്ക് വരാം. ബാൽക്കണി നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു ഹൈറ്റ് വരാം. ഒരു ഗ്രാനൈറ്റ് ഇരിക്കുകയാണ്. കാര്യം എന്തെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും വലിയ മഴയോ കാറ്റോ ഉണ്ടെങ്കിൽ വെള്ളം അകത്തേക്ക് കയറില്ല. ആ രീതിയിൽ അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തിരിക്കുകയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10 അടിയോളം വീതിയും 7 അടി നീളമുള്ള ബാൽക്കണിയാണ്. ഇതെല്ലാം ടെമ്പേർഡ് ആയിട്ടുള്ള ഗ്ലാസ്സായി യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്റ്റൈൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബ് യൂസ് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് ഒരു 4 സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം ഫുള്ളായിട്ട് റെഡ് ടെക്സ്ചറും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ബർജറായി യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് വരാം. ഈ റൂം നോക്കുകയാണെങ്കിൽ നല്ല സൈസുള്ള റൂം തന്നെയാണ്. ഇവിടെ ആയിട്ടും നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലായിട്ട് 4 സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട അതുപോലെ തന്നെയാണ്. ബെഡ് സ്വിച്ച് എല്ലാം കാണാം. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഷ്റൂമിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ജാഗ്വാർ തന്നെയാണ്. ഫിറ്റിങ്സിൽ യാതൊരു വ്യത്യാസമില്ല. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പ്രത്യേകിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന് യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ 4ാമത്തെ റൂമിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഈ ഫോയറിൽ നിന്ന് നേരെ നമ്മൾ 4ാമത്തെ റൂമിലേക്ക് വരികയാണ്. 4ാമത്തെ റൂം നോക്കുകയാണെങ്കിൽ സ്പേസ്ഫുൾ റൂം തന്നെയാണ്. ഇവിടെ എല്ലാം 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈൽ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മുകളിലായിട്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് കാണാം. ഇവിടെ വലിയൊരു നമുക്കൊരു ഒരു ബുക്ക് ഷെൽഫ് ഏരിയ അല്ലെങ്കിൽ സിസ്റ്റം യൂസ് ചെയ്യാനുള്ള ഏരിയ എന്ന് പറയും. അങ്ങനത്തെ ഏരിയ കുറച്ചും കൂടെ സ്പേസ് കൂടുതലാണ്. അതുപോലെ ഇവിടെ എല്ലാം അതിൻ്റെ സ്വിച്ച് ബോർഡും കൊടുത്തിട്ടുണ്ട്.
പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ അറ്റാച്ച്ഡ് വാഷ്റൂമല്ല വരുന്നത്, നമുക്ക് തൊട്ട് ചേർന്ന് തന്നെ ആ ഒരു ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് കോമൺ വാഷ്റൂം വരുന്നത്. അവിടെയും ഫിറ്റിങ്സ് എല്ലാം യൂസ് ചെയ്യുന്ന ജാഗ്വർ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നമുക്ക് അറ്റാച്ച്ഡ് അല്ലാതെ ഉള്ളൂ. അപ്പോൾ ഒരു ഗസ്റ്റ് റൂമായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ വാഷ്റൂമും നമ്മൾ താഴെ കണ്ട അതുപോലെ തന്നെയാണ്. അതായത് ഈ എല്ലാ വാഷ്റൂമും സെയിം സ്പെക്ക് തന്നെയാണ്. ആക്ച്വലി ഇതെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ജാഗ്വർ തന്നെയാണ്. അതുപോലെ 2x2 വെട്രിഫൈഡ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്, എല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുകയാണ്. എല്ലാം ഇവിടെ കാണുന്ന ഓരോ ഫിറ്റ്മെൻറ്റ്സും ഇപ്പം ടവൽ റോഡ് ആവട്ടെ അങ്ങനെ എല്ലാം ജാഗ്വർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കണ്ട റൂമുകളിലെല്ലാം AC പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാഷ്റൂമിലാണെങ്കിൽ എല്ലാം ഹീറ്ററിൻ്റെ പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ മുകളിലത്തെ കാഴ്ചയിലേക്ക്, അതായത് ഓപ്പൺ ടെറസിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്കൊരു ഡോർ കൊടുത്തിട്ടുണ്ട്. അവിടെ നേരെ നമ്മൾ ഓപ്പൺ ടെറസിലേക്ക് വരുവാണ്. ഇവിടെ ആയിട്ട് കണ്ടോ ചെറിയൊരു ഹൈറ്റിൽ ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ശക്തമായ മഴയാണെങ്കിൽ പോലും നല്ല കാറ്റടിച്ച് മഴവെള്ളം ഒന്നും അകത്തേക്ക് കയറത്തില്ല, ആ രീതിക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല മുകളിലായിട്ട് കവേർഡ് ആയിട്ടുള്ള പോളി കാർബണേറ്റ് ഷീറ്റ് കൊടുത്തിരിക്കുകയാണ്. അതിൽ GI ട്യൂബാണ് സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നത്. അതെല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുകയാണ്. കാരണം സാധാരണ ആരും ഒന്നും ചെയ്യാറില്ല, ഈ ഒരു ഏരിയയ്ക്ക് വെറുതെ ഇടുക ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ ശേഷം മാത്രം കസ്റ്റമർ പറയുകയാണെങ്കിൽ മാത്രം അവർക്ക് ചെയ്ത് കൊടുക്കാറുള്ളത്. പക്ഷേ ഇതെല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് വെള്ളം ഒരു തുള്ളി വെള്ളം പോലും ഇങ്ങോട്ട് വരില്ല, അത്രയും നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ മുകളിലെ കാഴ്ചകളിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു അപ്സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ആ അപ്സ്റ്റെയർ കയറി നേരെ നമുക്ക് മുകളിലേക്ക് പോകും. ഈ ഒരു ഓപ്പൺ ടെറസ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റൂഫ് ടോപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം ബർജറിൻ്റെ കൂൾ ആൻഡ് സ്റ്റീൽ വാട്ടർ പ്രൂഫ് കോട്ടിങ് ചെയ്തിരിക്കുകയാണ്. അതും വാറൻറ്റി ഉള്ളതാണ്. അതുകൂടാതെ തന്നെ ഇവിടെ സുപ്രീമിൻ്റെ ആണ് വാട്ടർ ടാങ്ക് വരുന്നത്. ഇവിടെ വാട്ടർ ടാങ്ക് മാത്രമല്ല, ബാക്കി പൈപ്പ് ഫിറ്റിങ്സ് എല്ലാം യൂസ് ചെയ്യുന്ന സുപ്രീമാണ്. 750 ലിറ്ററിൻ്റെയാണ് വാട്ടർ ടാങ്ക് കൊടുത്തിരിക്കുന്നത്. അതിന് സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് പർഗോളിന് മുകളിലായിട്ട് ടഫൻ ഗ്ലാസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ അശ കെട്ടാനുള്ള ഹൂക്ക് എല്ലാം കൃത്യമായി തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയെക്കുറിച്ച് പറയുമെങ്കിൽ ടോട്ടലി നമുക്ക് 2 ഏക്കറാണ് വരുന്നത്. 2 ഏക്കറിൽ 22 വില്ലകളാണ്. ഇത് 4ാമത്തെ വില്ലയാണ്. ഇവിടെ ചെറിയ രീതിയിലുള്ള അമ്യൂണിറ്റീസ് വരുന്നുണ്ട്. കാര്യം ഇത്രയും 2 ഏക്കറിൽ ഇത്ര വില്ല വരുമ്പോൾ അതിൽ അമ്യൂണിറ്റീസ് വേണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ചിൽഡ്രൻസ് പ്ലേ ഏരിയ വരുന്നുണ്ട്, റിക്രിയേഷൻ ഏരിയ വരുന്നുണ്ട്. അവിടെ ആയിട്ട് അതിന് തൊട്ട് കുറച്ച് മുന്നിലായിട്ട് അവിടെ നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ഫുഡ് വേസ്റ്റ് എല്ലാം ഇവിടെ തന്നെ നമുക്ക് സംസ്കരിക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ എല്ലാം വളരെ നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ വില്ല കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പരാതി പോലും വരാൻ പാടില്ല. ആ രീതിക്കാണ് നമ്മളിവിടെ ബാക്കിയുള്ള 3 വില്ലകളും ചോദിച്ചായിരുന്നു. അവരെല്ലാം സാറ്റിസ്ഫൈഡ് ആണ്, വേറെ പരാതി അവർക്കില്ല. കാരണം അവർ പൂർണ്ണ സംതൃപ്തരാണ്. ഈ ഒരു ക്വാളിറ്റിയിലാണെങ്കിലും അവരുടെ പ്രൈസിലാണെങ്കിലും ടോട്ടലി നല്ല രീതിക്കാണ് ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വില്ല അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ വില്ലയുടെ ആസ്കിംഗ് പ്രൈസ് എന്നുള്ളത് 72 ലക്ഷം രൂപയാണ്, 72 lakhs ആണ്. ടോട്ടലി 5.25 സെൻറ്റ് ഉണ്ട്. അതുപോലെ സ്ക്വയർ ഫീറ്റ് 1850 ആണ്. പിന്നെ ചുറ്റുമതിലും കിണറും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രൈസ് നോക്കുവാണെങ്കിൽ ഏകദേശം 4 ലക്ഷം രൂപ വരുന്നുണ്ട് ഇവിടുത്തെ ഒരു പ്രൈസ്. കാരണം ഈ മെയിൻ റോഡിൽ നിന്നും ഈ ഹൈവേ നിന്നും, അതായത് MC റോഡിൽ നിന്ന് വെറും 300 മീറ്റർ ഇങ്ങോട്ടേക്കുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയും പിന്നെ ഒരു വില്ല കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് ലാഭത്തിൻ്റെ പ്രൈസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വില്ല സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു.